പാവപ്പെട്ട ഒട്ടിയ വയറുമായി വന്ന 313 തുരുമ്പിച്ച തുച്ഛമായ പടവാളുകൾ മാത്രമുള്ള സഹാബികൾ ആർത്തിരമ്പി വരുന്ന സുനാമി തിരമാല പോലെ വരുമ്പോ പടയാളികളെ പരാജയപ്പെടുത്താൻ അല്ലാഹു ബദറിൽ അല്ലാഹു മലക്കുകളെ ഇറക്കിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചവനെന്ന് സഹായിച്ചില്ലേ? അവിടെ സത്യം തീർന്നില്ലേ? ഏത് നീതിയാണ് അവർ തച്ചുടക്കാൻ മുന്നോട്ട് കാൽവെപ്പുകളുമായി വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ ഏറ്റവും വലിയ സമുദ്ധാരകന് തച്ചുടക്കാനാ പ്രസ്ഥാനത്തിന് തച്ചുടക്കാൻ വന്നപ്പോൾ അവർ കേൾക്കേണ്ടി വന്ന ദുരന്തം എന്റെ പ്രിയപ്പെട്ടവര്, ഏറ്റവും വലിയ ധിക്കാരിയായ അബൂജഹൽ ഉണ്ടല്ലോ, ആ ബദറിന്റെ പോർക്കളത്തിൽ അന്വേഷണ ചരിത്രം നടത്തിയാൽ ആ പോരാട്ടത്തിൽ ഈ അബൂജഹലിന്റെ കഴുത്തിന് കടാര വെച്ചത്, വാള് വെച്ചത് ആരാണെന്നറിയുമോ? സമുദായത്തിന്റെ ചെറിയ ഒരു പയ്യനായിരുന്നു. അല്ലാഹു നിന്ദിച്ചതാ. കാരണം ഒരു 10 പേരൊക്കെ വന്നാലും പോരാടി നിൽക്കാനുള്ള പവറും ധൈര്യവും സ്ഥൈര്യവും തന്റെ ഇടവും നെഞ്ചൂക്കും ഒക്കെ ആർക്കുണ്ട്? അബൂജഹലിനുണ്ട്. അല്ലാഹു നിന്ദിച്ചു. ഒരു ചെറിയ പയ്യൻ, ഒരു 10, 17, 18 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടും കൈകാര്യം ചെയ്ത്, എന്നിട്ട് നോക്കുമ്പോ ഈ പഹയനങ്ങനെ താഴെ വീണ് മല വീടുന്നത് പോലെ ഒടിഞ്ഞങ്ങ് താഴെ വീണപ്പോൾ ആ അബൂജഹലിന്റെ വിരുന്ന രണ്ടും മാറിലേക്ക് കയറി നിന്നുകൊണ്ട് ആ ചെറിയ കുട്ടിയങ്ങ് ചിരിച്ചപ്പോ താഴെ കിടക്കുന്ന അബൂജഹൽ അവനെ നോക്കിയിട്ട് ഒറ്റത്ത് പാരടാ, നീ മാറടാ, ഭയങ്കര അഹങ്കാരിയാവൻ. കഴുത്തിൽ വെട്ടുകൊണ്ട് താഴെ വീണിട്ട് സുബ്ഹാനല്ലാഹ് താഴെ കിടന്നുകൊണ്ട് നെഞ്ചത്തിക്കുന്നവനോട് പറയാം, മാറടാ, ആരടാ നീ? ഒരു ഉശിരുള്ള ആരെന്നെ വെട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. നീ എവിടുന്ന് വന്നടാ പഹയ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് താഴെ കിടന്നുകൊണ്ട് തുപ്പുകയാ. ആലോചിക്കണം നിങ്ങൾ അബൂജഹലിന്റെ അഹങ്കാരം. എന്നിട്ട് പറയാ, കൊടുത്തു ഒരു വെട്ട് അപ്പൊ തന്നെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറയുന്നു, എന്തായിരുന്നാലും നീ എന്നെ കൊല്ലും, ഞാൻ ഉറപ്പിച്ചു. നീ കൊല്ലുമ്പോ എന്റെ ഈ തോളിനോട് ചേർത്ത് കഴുത്ത് ശരിക്കങ്ങ് എന്റെ തോളിനോട് ചേർത്ത് കഴുത്തങ്ങ് മുറിച്ചിട്ട് നിന്റെ വാളിൽ കുത്തി നിന്റെ നേതാവുണ്ടല്ലോ ആ മുഹമ്മദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ ഈ തലയൊന്ന് കാണിക്കലാവെന്ന് പൊക്കിപ്പിടിച്ച് കാണിക്ക്, അത് കണ്ടിട്ടെങ്കിലും അവനൊന്ന് പേടിക്കട്ടെ എന്ന് ലോകത്തിൽ ഇത്രയും പറഞ്ഞ, ഇത്രയും വലിയ ധിക്കാരം പറഞ്ഞ ഒരു കാട്ടാളൻ അത് അബൂജഹൽ മാത്രമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാര്യമായിട്ട് അങ്ങ് ഉദ്ഹിയ ശരിയാക്കുന്ന പോലെ റെഡിയാക്കി എടുത്ത് അബൂജഹലിന്റെ തല വാളിൽ കുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയില്ല ഹദ്റത്തി റസൂലില്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് സഹാബികളൊക്കെ നിൽക്കുമ്പോ ഒരു ചെറിയ ആള് വലിയ ഒരു തലയായിട്ട് വരിക. സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്നാ ചരിത്രം പറയുന്നത്. അള്ളാന്റെ റസൂലിന് ചിരി വന്നുപോയി. കാരണം വലിയ ഒരു തലയുമായിട്ട് ചെറിയ ഒരാൾ ഇങ്ങോട്ട് വരികയാണ്. സഹാബികൾ അത് കണ്ട് ചിരിച്ചു. ഉടൻ തന്നെ ഉണ്ടായ വിവരങ്ങൾ റസൂലുള്ളയോട് ഈ ചെറിയ സഹാബി പറയുമ്പോൾ അള്ളാന്റെ റസൂൽ പറയുക, പൊന്നുമോനെ, നിനക്കറിയുമോ ഫിർഔൻ എന്ന് പറയുന്ന മൂസയുടെ പ്രതിയോഗിയേക്കാൾ വലിയ കടുപ്പമുള്ളവനാടാ പൊന്നുമോനെ എന്റെ പ്രതിരോധ പടയിൽ അവൻ പടനയച്ച അബൂജഹൽ എന്ന് പറയുന്ന കാട്ടാളൻ മൂസാ നബിയുടെ ഫിർഔനേക്കാൾ വലിയ ഫിർഔനാണെന്ന് പറയുകയാ. എന്തുകൊണ്ട്? ആ ഫിർഔൻ നൈൽ നദിയിൽ മുങ്ങിച്ചാകാൻ പോയപ്പോൾ അവസാനമായി അവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ. ഫിർഔൻ അവസാനം പറയാ, ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ. മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. അസ്രായേലിനെ കണ്ടപ്പോൾ, അദാബ് കണ്ടപ്പോൾ, ശിക്ഷകൾ തുടങ്ങിയപ്പോൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത സന്ദർഭത്തിലാണ് ഈ പറയപ്പെട്ട പദപ്രയോഗം വന്നത്. ആ സമയത്ത് അവൻ അവസാനമായിട്ട് അതാ പറഞ്ഞത്. യവൻ പറഞ്ഞതോ, ഇത് കൊണ്ടുപോയി നീ കാണിക്കടാ എന്നെ വെട്ടിയെടുത്ത്, അത് കണ്ടെങ്കിലും ആര് പേടിക്കട്ടെ, ലോകത്തിന്റെ അമ്പിളിത്തിങ്കൾ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ ബദർ ആ ചുറത്തു നിൽപ്പില്ലായിരുന്നെങ്കിൽ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഒരു പിടിച്ചു നിൽപ്പായിരുന്നു. അതുകൊണ്ട് ബദറിനെ മനസ്സിലാക്കേണ്ടതുപോലെ, ബദരീങ്ങളെ അറിയേണ്ടതുപോലെ, മഹാന്മാരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടവും ദുരന്തവും ചെറുതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്